She's my cutie pie. ഹലോ ഗൈസ്, അപ്പോൾ കഴിഞ്ഞ 6 വർഷമായിട്ട് ട്രെറ്റിനോ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഈസ് ഓൾ അബൌട്ട് ട്രെറ്റിനോയിൻ. എന്താണ് ഈ ട്രെറ്റിനോയിൻ? ഇത് ആർക്കൊക്കെ വന്നിട്ട് യൂസ് ചെയ്യാം, ആരൊക്കെ വന്നിട്ട് യൂസ് ചെയ്യാൻ പാടില്ല, ഇതിൻ്റെ ബെനിഫിറ്റ്, ഇതിൻ്റെ സൈഡ് എഫക്റ്റ്, ഇതെങ്ങനെ കറക്റ്റ് വരും നമുക്ക് സ്കിൻ കെയർ റൂട്ടീനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യാം വിത്തൗട്ട് എനി ഇറിറ്റേഷൻ, അങ്ങനെ കുറച്ചധികം കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് വീഡിയോയിൽ കിടക്കാം. നിങ്ങൾ സ്കിൻ കെയർ റൂട്ടീനിൽ ബിഗിനർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഈ ഒരു വീഡിയോ വേണ്ടി നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ എന്താണ് ഈ ട്രെറ്റിനോയിൻ? ട്രെറ്റിനോയിൻ എന്ന് പറഞ്ഞാൽ ഫോം ഓഫ് വൈറ്റമിൻ എ. നിങ്ങൾ റെറ്റിനോൾസ് കേട്ടിട്ടുണ്ട്, ബക്കൂച്ചിയോൾസ് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ വന്നിട്ട് നമ്മുടെ വൈറ്റമിൻ എയുടെ ഡെറിവേറ്റീവ് ആണ്. അതിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഫോം ഓഫ് വൈറ്റമിൻ എന്ന് പറയുന്നത് ട്രെറ്റിനോയിനാണ്. ഈ ട്രെറ്റിനോയിൻ അറിയപ്പെടുന്നത് കിങ് ഓഫ് ആക്റ്റീവ്സ് എന്നാണ്. എന്നോടൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ കൺസേണിനും വർക്ക് ആവും. നിങ്ങൾക്ക് ആക്നെ, പിഗ്മെന്റേഷൻ, മെലാസ്മ, ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ്, നിങ്ങൾക്ക് ഫൈൻ ലൈൻസ്, വ്രിങ്കിൾസ്, ടെക്സ്റ്റേർഡ് സ്കിൻ, ബംപി സ്കിൻ, ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ കൺസേണും ഇത് വർക്ക് ആകുന്നതുകൊണ്ടാണ് ഇത് കിങ് ഓഫ് ആക്റ്റീവ്സ് എന്ന് അറിയപ്പെടുന്നത്. ആൻഡ് ഇതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഭീകരമാണ്. ഇത് വന്നിട്ട് സ്കിൻ പീലിംഗ്, റെഡ്നെസ്, ഇറിറ്റേഷൻ. നിങ്ങൾക്ക് അറിയാത്ത രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിഗ്മെന്റേഷൻ ഉള്ള ആൾക്കാരാണെങ്കിൽ അത് പിഗ്മെന്റേഷൻ കൂട്ടാനും അല്ലെങ്കിൽ പിഗ്മെന്റേഷൻ തരാനും ഇത് ചാൻസ് ഉള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. സോ കുറേ അധികം എന്താ പറയുക സൈഡ് എഫക്റ്റ് ഉണ്ട് ഇതിന്. ഇനി ഈ ട്രെറ്റിനോയിന് ആരൊക്കെ വന്നിട്ട് യൂസ് ചെയ്യാൻ പാടില്ല? നിങ്ങൾ പ്രഗ്നൻറ്റ് ലേഡിയാണ്, അല്ലെങ്കിൽ ലാക്ടേറ്റിംഗ് മാത്രമാണ്, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ട്രെറ്റിനോ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ ട്രെറ്റിനോ എന്ന് പറയുന്നത് ഒരു പ്രിസ്ക്രൈബ്ഡ് മെഡിസിൻ ആണ്. ബട്ട് ഇന്ത്യയിൽ ഇത് വന്നിട്ട് നിങ്ങൾക്ക് വിത്തൗട്ട് പ്രിസ്ക്രിപ്ഷനിൽ ഈസിലി വന്നിട്ട് നിങ്ങൾക്ക് നിയർ ബൈ ഫാർമസി സ്റ്റോഴ്സിൽ നിന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ ഇത് കുറേ പേര് വാങ്ങിച്ചുപയോഗിച്ചിട്ട് അവസാനം ഒന്നും അറിയാണ്ട് വാങ്ങിച്ചുപയോഗിച്ചിട്ട് സ്കിന്നിന് പണി കിട്ടിയിട്ട് എന്താ പറയുക, എന്നിട്ട് പേഴ്സണലി DM ചെയ്തിട്ട് ഇതെങ്ങനെ ഈ ചേച്ചി റിക്കവർ ചെയ്യാൻ നമ്മൾ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു വരാണ്. സോ നിങ്ങൾ ഒരിക്കലും വന്നിട്ട് ട്രെറ്റിനോയിനെ ഒന്നും അറിയാണ്ട് പോയിട്ട് നിങ്ങൾ ലോക്കൽ ഫാർമസി സ്റ്റോഴ്സിൽ നിന്ന് വാങ്ങിക്കാൻ പാടില്ല. നിങ്ങൾ നല്ലൊരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്ത ശേഷം മാത്രമേ നിങ്ങൾ ട്രെറ്റിനോയിൻ വന്നിട്ട് യൂസ് ചെയ്യാൻ പാടത്തുള്ളൂ. നല്ലൊരു ഡെർമാറ്റിനെ കൺസൾട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാൻ കാരണം, എനിക്ക് ആക്നെ ഉണ്ടായപ്പോഴാണ് ഞാൻ വന്നിട്ട് നിയർ ബൈ ആയിട്ടുള്ള ടൗൺ ഏരിയയിൽ തന്നെയുള്ള ഒരു ഡെർമാറ്റിനെ കൺസൾട്ട് ചെയ്ത് അവർ വന്നിട്ട് എനിക്ക് ട്രെറ്റിനോയിൻ വേണ്ടി പ്രിസ്ക്രൈബ് തന്നു. അതിൻ്റെ ഒപ്പം ഒരു ഫേസ് വാഷും തന്നു. ആ ഫേസ് വാഷ് ആണെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ സ്കിന്നിന് കുളത്തില്ലായിരുന്നു, ഭയങ്കര ഡ്രൈയിങ് ആയിരുന്നു. പക്ഷെ അവർ വന്നിട്ട് എനിക്ക് ഒരു സൺസ്ക്രീനും പ്രിസ്ക്രൈബ് ചെയ്തില്ല. മനസ്സിലായോ? സൺസ്ക്രീൻ പ്രിസ്ക്രൈബ് ചെയ്യാത്തൊരു ഡാമായിരുന്നു പറയുമ്പോൾ നിങ്ങൾ ഇമാജിൻ ചെയ്ത് നോക്കി. പക്ഷെ അന്ന് എനിക്ക് അത്യാവശ്യം ഞാൻ വന്നിട്ട് ഇതെങ്ങനെ കറക്റ്റ് വേയിൽ യൂസ് ചെയ്യാം റിസർച്ചൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എൻ്റെ സ്കിന്നിന് അങ്ങനെ പണി കിട്ടിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് സ്കിന്നിന് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും നിങ്ങളൊരു നല്ല ഡെർമാറ്റിനെ മാത്രം കൺസൾട്ട് ചെയ്യുക. നിങ്ങൾ സിറ്റിയിൽ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റ് തന്നെ കൺസൾട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് സ്റ്റാർട്ട് ലോ ആൻഡ് സ്ലോ. മനസ്സിലായോ? അതായത് ട്രെറ്റിനോയിൻ പല കോൺസെൻട്രേഷനിലും അവൈലബിൾ ആണ്. 0.025 ആണ് ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷൻ, ഏറ്റവും ഹയസ്റ്റ് കോൺസെൻട്രേഷൻ 1% ആണ്. സോ എപ്പോഴും വന്നിട്ട് ലോവസ്റ്റ് കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യുക. ഈ 0.025 ആണ് ഞാൻ കഴിഞ്ഞ 6 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ഞാനൊരു 3 വർഷമായപ്പോൾ ഞാൻ ഇതിൻ്റെ പെർസെൻറ്റേജ് കൂട്ടി ഉപയോഗിച്ചിരുന്നു. പക്ഷേ എനിക്കതിനെ കൊണ്ട് ബെനിഫിറ്റ് ഒന്നും കിട്ടിയില്ല, പകരം നല്ല രീതിക്ക് സ്കിൻ ഇറിറ്റേഷൻ കിട്ടി. സോ നിങ്ങൾ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുക. 0.025 ആണ് ഏറ്റവും ലോവസ്റ്റ് കോൺസെൻട്രേഷൻ. അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഇനി സ്ലോ എന്താണെന്ന് പറയാം. നമ്മൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ വീക്ക്ലി വൺസ് എന്ന രീതിയിൽ ഒരു മന്തിലേക്ക് നിങ്ങൾ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുക. അതായത് ഫസ്റ്റ് മന്ത് നിങ്ങൾ വീക്ക്ലി വൺസ് മാത്രം യൂസ് ചെയ്യുക. ആൻഡ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു 1 വീക്ക് മുന്നേ തന്നെ എല്ലാതരം ആക്റ്റീവ്സും വന്നിട്ട് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ വൈറ്റമിൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾ ഏതെങ്കിലും നിയാസിനമൈഡ് അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ആൻഡ് സ്റ്റിക്ക് ടു ബേസിക്സ്, അതായത് ക്ലെൻസർ, നിങ്ങളുടെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ. ആൻഡ് മേക്ക് ഷുവർ നിങ്ങളുടെ മോയ്സ്ചറൈസറിലും ഒരു തരത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇല്ല, അതായത് വൈറ്റമിൻ സി അതുപോലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഇല്ല നിങ്ങൾ ഉറപ്പുവരുത്താം. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് സ്കിൻ കെയർ റൂട്ടീനിൽ ട്രെറ്റിനോയിനുമായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്യാം. സ്കിൻ ഇറിറ്റേഷനൊക്കെ മിനിമൈസ് ചെയ്തിട്ട് ഈ ട്രെറ്റിനോയിൻ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ എങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ നോക്കാം. ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് സാൻഡ്വിച്ച് മെത്തേഡ്. ഈ സാൻഡ്വിച്ച് മെത്തേഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അതിൻ്റെ മേലെ ട്രെറ്റിനോയിൻ യൂസ് ചെയ്യുക. ആൻഡ് സെയിം ഈ ഒരു മോയ്സ്ചറൈസർ പിന്നെ അപ്ലൈ ചെയ്യാം. ഇതുപോലെ നിങ്ങൾ സാൻഡ്വിച്ച് പോലെ മോയ്സ്ചറൈസർ, ട്രെറ്റിനോയിൻ, മോയ്സ്ചറൈസർ ഇതുപോലെ അപ്ലൈ ചെയ്യുന്നതാണ് നമ്മൾ സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് പറയുന്നത്. ഞാൻ കഴിഞ്ഞ 6 വർഷമാക്കി ഈ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്.
ആൻഡ് ദിസ് മെത്തേഡ് വർക്ക് മീ ദ ബെസ്റ്റ്. സോ ആദ്യത്തെ സ്റ്റെപ്പ് ഡബിൾ ക്ലെൻസ് ആണ്. നമ്മളിൽ മിക്ക ആൾക്കാരും ഇപ്പോൾ വന്നിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ട്, അത് റീഅപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ റെസിഡ്യൂ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ഒന്നും നിങ്ങൾ ഫേസിൽ നിന്ന് റിമൂവ് ആക്കാൻ പറ്റത്തില്ല. അതൊരു ക്ലൻസിങ് ഓയിലോ അല്ലെങ്കിൽ ഒരു മൈസലർ വാട്ടർ നിങ്ങൾ മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. മൈസലർ വാട്ടർ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗാർണിയറിൻ്റെ മൈസലർ വാട്ടറോ അല്ലെങ്കിൽ ബയോഡാമയുടെ മൈസലർ വാട്ടറോ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ക്ലൻസിങ് ഓയിലിന് വർക്ക് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മൈസലർ വാട്ടർ യൂസ് ചെയ്യാം. പക്ഷേ ദ ബെസ്റ്റ് വേ എന്ന് പറയുന്നത് ഒരു ക്ലൻസിങ് ഓയിൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. സോ ക്ലൻസിങ് ഓയിലിന് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു അൻവയുടെ ക്ലൻസിങ് ഓയിലാണ്. നിങ്ങൾക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണ് ഈ ഒരു ക്ലൻസിങ് ഓയിൽ ദി ബെസ്റ്റ് ആണ്. അല്ലെങ്കിൽ മറ്റേ ഈ ബ്യൂട്ടി ഓഫ് ജോസ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു കോൺഷ്യസ് കെമിസ്ട്രി ക്ലൻസിങ് ഓയിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. സോ ആദ്യം നിങ്ങൾ ഫസ്റ്റ് ക്ലൻസർ എന്ന രീതിയിൽ ഇതിൽ രണ്ടിലേതെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ മേക്കപ്പ് അല്ലെങ്കിൽ സൺസ്ക്രീൻ വന്നിട്ട് റിമൂവ് ചെയ്യുക. അതിനുശേഷം നിങ്ങളൊരു ജെന്റിലായിട്ടുള്ളൊരു ഫേസ് വാഷ് യൂസ് ചെയ്യുക. മേക്ക് ഷുവർ അതിൽ ഒരു തരത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഇല്ല നിങ്ങൾ ഉറപ്പുവരുത്തുക. അതായത് നിങ്ങൾക്ക് ഈ ഒരു സിമ്പിളിൻ്റെ റിഫ്രഷിംഗ് ഫേഷ്യൽ വാഷ് അല്ലെങ്കിൽ സെറ്റഫിലിൻ്റെ ഫേസ് വാഷ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ വന്നിട്ട് ആ ഒരു ടൈമിലൊക്കെ വന്നിട്ട് ഈ ഒരു സിമ്പിളിൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് വർക്ക് വിത്ത് ദ ബെസ്റ്റ്. സോ അതിനുശേഷം കുറച്ച് നനവുള്ള സ്കിന്നിൽ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. മോയ്സ്ചറൈസർ എന്ന് പറയുമ്പോൾ അതും സെയിം പോലെ തന്നെ ഒരു തരത്തിലുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റും ഇല്ലാത്ത മോയ്സ്ചറൈസർ ആയിരിക്കണം. എൻ്റെ ഒരു ടോപ്പ് ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബയോഡാമയുടെ അറ്റോഡം ക്രം മോയ്സ്ചറൈസറാണ്. ഇത് വന്നിട്ട് അടിപൊളി മോയ്സ്ചറൈസറാണ്. നമ്മൾ സ്ട്രിറ്റിനെ യൂസ് ചെയ്യുമ്പോൾ ഇറിറ്റേഷൻ വന്നിട്ട് സൂത്തനും ചെയ്യും, അതുപോലെ ഡ്രൈനസ് വന്നിട്ട് പ്രിവെൻറ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് ഈ ബയോഡാമയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡോട്ട് ആൻഡ് ഗിയുടെ ബെയർ റിപ്പയറിങ് ക്രീം യൂസ് ചെയ്യാം. അതും അല്ലെങ്കിൽ ഈ ഒരു കുറച്ച് ബജറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു ക്ലെയർസിൻ്റെ മിഡ് നൈറ്റ് ബ്ലൂ കാമിങ് ക്രീം യൂസ് ചെയ്യാം. ഇത് വന്നിട്ട് 2100 രൂപയാണ് ഫോർ 60 ml. സോ പക്ഷേ ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിത്തിൻ 1 നൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു തരത്തിലുള്ള എന്താ പറയുക ഇറിറ്റേഷൻ കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ. ഇത് അടിപൊളി സംഭവമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബയോഡാമയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു കുറച്ച് നനവുള്ള ഫേസിൽ ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ആൻഡ് വെയിറ്റ് ഫോർ 10 to 15 minutes. 10 to 15 minutes നമ്മൾ ഈ മോയ്സ്ചറൈസർ നമ്മുടെ ഫേസിൽ അബ്സോർബ് ആകാൻ വിടുക. അതിനുശേഷം ഈ ഒരു ട്രെറ്റനോയിൽ എടുത്തിട്ട് ഇതാ ജസ്റ്റ് ഒരു പീ സൈസിലെടുക്കുക. കണ്ടോ, പീ സൈസിലെടുത്തിട്ട് നമ്മൾ ഡോട്ടായിട്ട് ഫേസ് കംപ്ലീറ്റ് ഡോട്ട് ചെയ്യാം. ഫേസ് കംപ്ലീറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ അണ്ടർ ഐ ഏരിയ, മൗത്തിൻ്റെ കോർണർ അല്ലെങ്കിൽ നോസിൻ്റെ കോർണറൊക്കെ ഒഴിച്ച് വേണം നിങ്ങളിത് എന്താ പറയുക ഡോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു അണ്ടർ ഐ ഏരിയ, നോസിൻ്റെ കോർണറൊക്കെ വന്നിട്ട് ഭയങ്കര ഈസിലി സെൻസിറ്റൈസ്ഡ് ആവുന്നൊരു ഏരിയ ആണ്. സോ അതൊന്നും നിങ്ങൾ എന്താ പറയുക അവിടെ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റില്ല, കൂടുതൽ ഇറിറ്റേഷൻ ആക്കത്തേ ഉള്ളൂ. സോ അതെടുത്ത ശേഷം ഡോട്ടായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ആൻഡ് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിൽ വെക്കുക പീ സൈസിൽ മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ, നിങ്ങൾ കൂടുതൽ ഒരിക്കലും എടുക്കേണ്ട ആവശ്യമില്ല. ലെസ് ഈസ് മോർ വെൻ കംസ് ടു ട്രെറ്റനോയിൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്ര എടുത്തിട്ട് നിങ്ങൾ ഫേസ് കംപ്ലീറ്റ്ലി ഡോട്ട് ചെയ്യുക ആൻഡ് ജെന്റ്ലി വന്നിട്ട് സ്പ്രെഡ് ചെയ്ത് മാത്രം കൊടുക്കുക. നിങ്ങൾ മോയ്സ്ചറൈസർ റബ്ബ് ചെയ്യുന്ന പോലെ സ്കിന്നിൽ മസാജ് ചെയ്ത് ഇത് അപ്ലൈ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എന്താ പറയുക ഇറിറ്റേഷൻ മിനിമൈസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വാസലിൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ഇറിറ്റേറ്റഡ് ആവുന്ന ഏരിയ ഒക്കെ വന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അത് വന്നിട്ട് ഇറിറ്റേഷൻ വന്നിട്ട് കുറയ്ക്കും. സോ അതിനുശേഷം എഗെയിൻ വെയിറ്റ് ഫോർ 10 minutes ആൻഡ് സെയിം മോയ്സ്ചറൈസറിൻ്റെ ഒരു തിക്ക് ലെയർ നിങ്ങൾ ലാസ്റ്റ്ലി വന്നിട്ട് അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? അതായത് ആദ്യം നിങ്ങൾ ഡബിൾ ക്ലെൻസ് ചെയ്യാൻ കുറച്ച് നനവുള്ള ഫേസിൽ തന്നെ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം ആൻഡ് വെയിറ്റ് ഫോർ 15 minutes. അതിനുശേഷം നിങ്ങൾ ട്രെറ്റനോയിൽ വന്നിട്ട് പീ സൈസിൽ അപ്ലൈ ചെയ്യുക, ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുക മാത്രം ചെയ്യുക ആൻഡ് അഗെയിൻ വെയിറ്റ് ഫോർ 10 minutes. അതിനുശേഷം ഒരു സെയിം മോയ്സ്ചറൈസറിൻ്റെ ഒരു തിക്ക് ലെയർ വന്നിട്ട് നിങ്ങൾ ഫേസ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീക്ക്ലി വൺസ് എന്ന രീതിയിൽ നിങ്ങൾക്കിത് ഒരു മാസത്തേക്ക് അപ്ലൈ ചെയ്യാം. അതിനുശേഷം 2ാമത്തെ മാസം ആകുമ്പോൾ വീക്ക്ലി ട്വൈസ് എന്ന രീതിയിൽ അപ്ലൈ ചെയ്യാം ആൻഡ് അപ് ടു നിങ്ങൾ 1 yearൻ്റെ ഉള്ളിൽ വീക്ക്ലി ത്രൈസ് എന്ന രീതിയിൽ ആക്കിക്കൊണ്ടുവരിക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് സൺസ്ക്രീൻ. നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് പുറത്ത് പോകാനായി പാടില്ല. എസ്പെഷ്യലി ട്രെറ്റനോ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാണ്ട് പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടും. സൺസ്ക്രീൻ എന്ന് പറയുന്നത് വെരി 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 ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ സൺസ്ക്രീൻ 2 finger റൂളിൽ തന്നെ അപ്ലൈ ചെയ്യാൻ എവറി 2 to 3 hours വേണം നിങ്ങൾ റീഅപ്ലൈ ചെയ്യുക. അത് നിങ്ങൾ മറക്കരുത്, കൊന്നാലും മറക്കരുത്. ഞാൻ അധികം ആൾക്കാരും പറഞ്ഞു കേൾക്കുന്നൊരു സംഭവമാണ് ട്രെറ്റനോ യൂസ് ചെയ്തിട്ട് എന്താ പറയുക വിത്തിൻ ഒരു 3 months കൊണ്ട് അല്ലെങ്കിൽ 6 months കൊണ്ട് എനിക്കങ്ങനെ അടിപൊളി എൻ്റെ സ്കിന്ന് എന്താ പറയുക അതായി ഇതായെന്നൊക്കെ. പക്ഷേ ഇൻ ജനറൽ ട്രെറ്റനോ അതിൻ്റെ റിസൾട്ട് കാണിക്കാൻ ഓൾമോസ്റ്റ് 1 year എടുക്കും. അവർ എന്തിനാണ് കള്ളം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിക്കും നിങ്ങൾ ട്രെറ്റനോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ് ടു 1 year എടുക്കും അതിൻ്റെ നിങ്ങൾക്കൊരു ഡിഫറൻസ് കാണാം. നിങ്ങളുടെ സ്കിന്ന് കുറച്ച് എന്താ പറയുക
മാറ്റം കാണാൻ നിങ്ങൾക്ക് 1 ഇയർ എടുക്കും, പ്രോപ്പറായിട്ടുള്ള 1 ഇയർ എടുക്കും. സോ ലാസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രെറ്റിനോൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ക്വാർട്സ് വന്നിട്ടൊന്ന് മൈൻഡിൽ വെക്കുക. ഇറ്റ് ഗെറ്റ് വേഴ്സ് ബിഫോർ ഇറ്റ് ഗെറ്റ് ബെറ്റർ. ട്രെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ഒരു ഇനീഷ്യലായിട്ടുള്ള ഒരു 1 or 2 മന്തിനുള്ളിൽ തന്നെ നമ്മൾക്ക് ആക്നെ വന്നിട്ട് ഫുള്ള് കംപ്ലീറ്റ്ലി വന്നിട്ട് പുറത്ത് ചാടും. അത് വന്നിട്ട് ഓൾമോസ്റ്റ് 90% ആൾക്കാരിലും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ആക്നേസ് മൊത്തം വന്നിട്ട് ഒറ്റയടിക്ക് ട്രെറ്റിനോൾ യൂസ് ചെയ്യുന്ന 1 മന്തിനുള്ളിൽ വന്നിട്ട് പുറത്തേക്ക് ചാടും. ഈ ഒരു സ്റ്റേജിനെ പറഞ്ഞ പേരാണ് പേർജിങ് സ്റ്റേജ്. ആൻഡ് ഈ ഒരു സ്റ്റേജ് നിങ്ങൾ തരണം ചെയ്തിട്ടുണ്ടെങ്കിൽ യു വിൽ ഗെറ്റ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സ്കിൻ ഓഫ് യുവർ ലൈഫ്. അധികം ആൾക്കാരും ട്രെറ്റിനോൾ യൂസ് ചെയ്തിട്ട് ഒരു 3 monthsൻ്റെ ഉള്ളിൽ എന്താ പറയുക, ഈ ഒരു കണ്ടീഷൻ നിങ്ങൾക്ക് ആക്നെ ആണെങ്കിൽ ആക്നെ വന്നിട്ട് കൂടത്തേ ഉള്ളൂ. ആദ്യത്തെ ഒരു 1 to 2 monthsൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ 3 monthsൻ്റെ ഉള്ളിൽ നിങ്ങൾ ആക്നെ വന്നിട്ട് ഇൻക്രീസ് ആവത്തേ ഉള്ളൂ. സോ അധികം ആൾക്കാർ ഇത് പേടിച്ച് വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യാറാണ് പതിവ്. സോ നിങ്ങൾ ദയവ് ചെയ്ത് അങ്ങനെ യൂസ് ചെയ്യരുത്. നിങ്ങൾ പേഷ്യൻ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ട്രെറ്റിനോൾ സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാം. ആൻഡ് വിത്തിനൊരു 4 അല്ലെങ്കിൽ 5 month കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആക്നീസ് ഒക്കെ വന്നിട്ട് കാം ഡൗൺ ആവും, നിങ്ങളുടെ സ്കിന്ന് ഓക്കെ ആയി തുടങ്ങും. ആൻഡ് ഫൈനലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്കിന്ന് കിട്ടും. സോ നിങ്ങൾ ഈ കൊട്ടേഷൻസ് വന്നിട്ട് എന്തായാലും ഓർമ്മിച്ച് വയ്ക്കുക. നിങ്ങൾ ഇറ്റ് ഗെറ്റ് വേഴ്സ് ബിഫോർ ഇറ്റ് ഗെറ്റ് ബെറ്റർ. ഓക്കെ, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പാടത്തേയില്ല. എനിക്കും വന്നിട്ട് എന്താ പറയുക, ആദ്യമൊക്കെ വന്നിട്ട് നല്ല രീതിക്ക് തന്നെ ആക്നെ പുറത്തേക്ക് ആടിയിട്ടുണ്ടായിരുന്നു. അമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, സ്നേഹ ഇതെന്താ മൂത്ത് വാരി തേച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥയായല്ലോ എന്നൊക്കെ. സോ നിങ്ങൾ അതൊന്നും മൈൻഡാക്കണ്ട. നിങ്ങൾ ധൈര്യപൂർവ്വം നിങ്ങൾ എന്താ പറയുക കണ്ടിന്യൂസ് ആയിട്ട് ട്രെറ്റിനോൾ മറ്റ് യൂസ് ചെയ്യാൻ ഒരു 6 മാസം, ഒരു 7ാമത്തെ മാസം ആയിട്ട് പോലും ഈ ആക്നെ മറ്റ് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ, കൂടി വരികയാണെങ്കിൽ നിങ്ങൾ എന്താ പറയുക നിങ്ങൾ ഡെർമാറ്റോനെ തന്നെ കൺസൾട്ട് ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ട് ട്രെറ്റിനോളുമായിട്ട് എന്താ പറയുക ഓക്കെ ആയിരിക്കണമെന്നില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്. ആൻഡ് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് സെക്ഷനിൽ എന്തായാലും ചോദിക്കുക. ആൻഡ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.